ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ മൈൻഡ് ക്രാഫ്റ്റ്സ് ബൈ അർച്ചനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഒരു പുതിയ വ്ലോഗാണ്. എൻ്റെ കോൺവൊക്കേഷൻ ഡേ ആണിന്ന്. അപ്പോൾ ഞാൻ എംകോം എടുത്തത് ഇഗ്നോയിലായിരുന്നേ. അപ്പോൾ ഇഗ്നോയുടെ 39th കോൺവൊക്കേഷനാണ് ഇന്ന് April 7th നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തലേദിവസം തന്നെ തിരുവനന്തപുരത്ത് RDR കൺവെൻഷൻ സെൻറ്റർ വെച്ചിട്ടാണ്, എടപ്പഴഞ്ഞി RDR കൺവെൻഷൻ സെൻറ്റർ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തലേദിവസം തന്നെ എന്നെ ഒരുക്കിയ ചേച്ചിയുണ്ട്, രഞ്ജിച്ചിയുടെ വീട് തിരുവനന്തപുരത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് ഇന്ന് രാവിലെ അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് RDR കൺവെൻഷൻ സെൻറ്റർ വെച്ച് കാണാം. തിരുവനന്തപുരത്ത് തന്നെ ആയിരുന്നു എൻ്റെ ഇഗ്നോ റീജിയണൽ സെൻറ്റർ. 7th April 39th കോൺവൊക്കേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തലേദിവസം തന്നെ ഞങ്ങൾ രഞ്ജിനി ചേച്ചിയുടെ വീട്ടിലെത്തിയിരുന്നു. അവിടുന്ന് എടപ്പഴഞ്ഞിയിലോട്ട് അധികം ദൂരം ഇല്ലായിരുന്നു. എടപ്പഴഞ്ഞി RDR കൺവെൻഷൻ സെൻറ്റർ വെച്ചിട്ടായിരുന്നു കോൺവൊക്കേഷൻ. നേടി ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 30th March തന്നെ എനിക്ക് മെയിൽ വന്നിരുന്നു റീജിയണൽ സെൻറ്ററിൽ നിന്ന്. അപ്പോൾ അതിനകത്ത് ഡ്രസ് കോഡും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓഫ് വൈറ്റ് ക്രീം കളർ ഡ്രസ്സ് മാത്രമേ നമുക്ക് ധരിക്കാൻ സാധിക്കത്തുള്ളൂ. ഇന്ത്യൻ ഡ്രസ്സസ്, സൽവാർ, സാരി അങ്ങനെയുള്ള ഇന്ത്യൻ ഡ്രസ്സ് മാത്രമേ നമുക്ക് ധരിക്കാൻ പറ്റത്തുള്ളൂ. ഏകദേശം 7 മണി അല്ലെങ്കിൽ 9 മണി സമയത്ത് തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്ന് മെയിലിനകത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കഴിവതും എല്ലാവരും നേരത്തെ തന്നെ വരുവാണെങ്കിൽ പാർക്കിങ്ങിനാണെങ്കിലും സീറ്റിങ്ങിനാണെങ്കിലും ഒന്നും ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. അതുപോലെ തന്നെ ഇഗ്നോ ID കാർഡ് കമ്പൾസറിലി നമ്മുടെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരിക്കണം. അവിടെ ഇഗ്നോ ID കാർഡ് കാണിച്ചിട്ട് നമ്മളൊരു 300 rupees പേ ചെയ്തിട്ട് വേണം നമുക്ക് ധരിക്കാനുള്ള സ്കാർഫ് അവിടെ നിന്ന് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ 300 rupees പേ ചെയ്ത് സ്കാർഫ് പർച്ചേസ് ചെയ്യണം. ഈ ക്യൂ കണ്ടോ? ഇത് നമ്മുടെ ഈ കൺവെൻഷൻ സെൻറ്റർ അകത്തേക്ക് ക്യാമറ കയറ്റത്തില്ല. അപ്പം നമുക്ക് സർട്ടിഫിക്കറ്റ് മേടിക്കുമ്പോൾ നമ്മുടെ ഫോട്ടോ എടുത്ത് അവർ പോസ്റ്റൽ അയച്ചു തരും. അപ്പോൾ അതിന് നമ്മൾ ക്യൂ നിന്ന് അഡ്രസ്സ് കാര്യങ്ങളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കണമായിരുന്നു. നമ്മുടെ സ്റ്റുഡൻസ് തന്നെ അവിടെ നിൽക്കണം എന്നില്ല, കൂടെ വന്ന് ആർക്ക് വേണമെങ്കിലും ക്യൂ നിന്ന് ഡീറ്റെയിൽസ് പറയാവുന്നതേ ഉള്ളൂ. സ്റ്റുഡൻസിൻ്റെ കൂടെ വന്നവർക്കും പേരൻസിനും അകത്തേക്ക് പ്രവേശനമില്ലായിരുന്നു. സ്കാർഫ് ധരിച്ചിട്ടുള്ള സ്റ്റുഡൻസിന് മാത്രമേ അകത്തേക്ക് ഇരിക്കാൻ സാധിക്കത്തുള്ളൂ. കൂടെ വന്നവർക്ക് അപ്പുറത്തൊരു ഹാളിലായിരുന്നു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഒരുക്കിയിരുന്നത്. പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ, വൈസ് ചാൻസലർ ഓഫ് കേരള യൂണിവേഴ്സിറ്റി ആയിരുന്നു നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് വന്നിരുന്നത്. നമുക്കൊരു റിഫ്രഷ്മെൻറ്റ് കൂപ്പൺ അവിടെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൂപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്നാക്സും വാട്ടറും ഒക്കെ അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഏകദേശം 11 മണിയൊക്കെ ആയപ്പോഴാണ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. പ്രൊഫസർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ, വൈസ് ചാൻസലർ ഓഫ് കേരള യൂണിവേഴ്സിറ്റിയാണ് ഈ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്തത്. ചീഫ് ഗസ്റ്റായിട്ട് വന്ന പ്രൊഫസർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ സാറിനെ വെൽക്കം ചെയ്യുകയും അദ്ദേഹം ഒരു ലെങ്തി ആയിട്ടുള്ള സ്പീച്ച് ഡെലിവർ ചെയ്യുകയും ചെയ്തു. പിന്നീട് മെയിൻ റീജിയണൽ സെൻറ്ററിൽ നടന്നിട്ടുള്ള കോൺവൊക്കേഷൻ സെറമണി സ്ക്രീനിൽ കാണിക്കുകയായിരുന്നു. അവിടെ ശ്രീ CP രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരുന്നു ചീഫ് ഗസ്റ്റായിട്ട് വന്നത്. ശ്രീ തരൺജിത് സിംഗ് സാന്ധു, ഗവർണർ ഓഫ് ഡൽഹി ആയിരുന്നു ഗസ്റ്റ് ഓഫ് ഓണറായിട്ട് വന്നത്.
പിന്നീട് ഓരോരുത്തർക്കായിട്ട് സർട്ടിഫിക്കറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തുടങ്ങി. ഞാൻ MCOM PGD IBO ആണ് കംപ്ലീറ്റ് ചെയ്തത്. എനിക്കും സർട്ടിഫിക്കറ്റ്സ് കിട്ടി. സോ ഞാൻ ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സുകളും ഡാൻസ് കവേഴ്സും ഒക്കെ ആയിരിക്കും യൂഷ്വലി യൂട്യൂബിൽ പ്ലേസ് ചെയ്യുക. ഫോർ മോർ വീഡിയോസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ.